സൺഡേ മോർണിംഗ് ആണ്. രാക്കയുടെ തലയിൽ ഞാൻ നീലാമരിയുടെ പൊടി കലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീലാമരി എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ പൗഡർ എന്നാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് അപ്പോഴും തന്നെ കലക്കി ഇടാൻ പറ്റുന്ന ഒരു ഡൈ ആണ്, നാച്ചുറൽ ഡൈ ആണ്. അത് സോക്ക് ചെയ്തൊന്നും വെക്കരുത്, ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഡൈ റിലീസായി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ കഴിഞ്ഞ വ്ലോഗിൽ സാറ്റർഡേ നമ്മൾ ഹെന്ന ചെയ്തതും ഓറഞ്ച് കളർ ആയതും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം സൺഡേ ആണ്, അന്നാണ് നീലാമരി ഇടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആ വ്ലോഗിലുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപ്പുമാവാണ്, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. കുറച്ച് നെയ്യ് ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം റവ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്ത റവയല്ല, ഞാൻ ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ വേണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് അങ്ങ് അടച്ച് വെക്കാം. ഈ രീതിയിൽ അടച്ച് വെച്ചിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് വീണ്ടും 4-5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ ഉപ്പുമാവ് റെഡി. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. സാധാരണ ആൾക്കാർക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഉപ്പുമാവ് അല്ലേ. അപ്പോൾ കൂടെ കുറച്ച് കടല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആ കടലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. രാക്കയ്ക്ക് ഇത് കൊടുക്കാം. എനിക്കും മങ്കൂനും പഴമാണ് ഇഷ്ടം. നല്ല പഴുത്തതും ഇടത്തരം പഴുത്തതും അധികം പഴുക്കാത്തതുമായ പഴം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സൺഡേ ആണല്ലോ, എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും 3 പേര് ഒരുമിച്ചുള്ള ദിവസങ്ങളിലെല്ലാം ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ലേറ്റ് ആയിട്ടാണ് രാവിലെ എഴുന്നേക്കുന്നത്, പിന്നെ താമസിച്ചായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ്. അതിനായിട്ട് ഇതേണ്ടേ ഈ ഒരു അളവാണ് ഞാൻ കേക്ക് എപ്പോഴും ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇതിൽ 1 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവാണെങ്കിൽ ഹെൽത്തി വേർഷനിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ മൈദ എടുത്തതേ ഉള്ളൂ. 3/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തു. പിന്നെ 1/4 കപ്പ് മൈദയും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തു. മൊത്തത്തിൽ 1/4 കപ്പ് മൈദയും 3/4 കപ്പ് കൊക്കോ പൗഡറും. അതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. ബേക്കിംഗ് പൗഡർ അധികം വേണ്ട, ബ്രൗണി ഒരുപാട് നമുക്ക് പൊങ്ങി വരേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ടൊന്ന് ഇടഞ്ഞ് മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മിക്സിയിൽ 1 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് 2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 3/4 കപ്പോളം നെയ്യ് ഉരുക്കിയതും റൂം ടെമ്പറേച്ചറിൽ വേണം, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. പിന്നെ ആ മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് പാലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മിക്സിയിൽ അടിച്ചെടുത്തതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന പൗഡർ മിക്സ് പതുക്കെ മെല്ലെ മെല്ലെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ മിക്സിയിൽ അടിച്ചു വെച്ച പാലും കൂടെ ചേർത്തിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിലാക്കി എടുക്കുക. പിന്നെ ഒരു ടിന്ന് നന്നായിട്ട് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യണം. ഒരു 10-20 വട്ടം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ആ ടാപ്പ് ചെയ്തത് നമ്മൾ നമ്മുടെ കൺവെക്ഷൻ അവനിൽ വെച്ച് കൊടുത്തു. എൻ്റെ അവനിൽ ഒരു 35 മിനിറ്റ്സ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്തു. ഓരോരുത്തരുടെ അവൻ അനുസരിച്ച് അത് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി കേക്ക് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ടിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആറിയതിന് ശേഷമേ കേക്ക് എപ്പോഴും മുറിക്കാവൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്കിത്ത് ഇതാ കേക്ക് മുറിക്കുകയാണ്. രാക്കെ തല കഴുകാനായിട്ട് പോയി. അങ്കിത്തിന് ക്ഷമയില്ല, അവൻ എന്തായാലും മുറിച്ച് വെക്കുക. അവൻ തന്നെയാണ് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് മുറിക്കുകയും ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവൻ എന്താ മുറിച്ച് ടേസ്റ്റും ചെയ്തു കേക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞാൻ അകം കാണിച്ചു തരാം. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം നമ്മൾക്കെല്ലാം ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ വെറുതെ ഒക്കെ നമുക്ക് കഴിക്കാം. ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കെല്ലാം നന്നായിട്ട് കഴിക്കാം. നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ട്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ് ഇത് കേട്ടോ. രാക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. നീലമരി ഇട്ടതിന് ശേഷമുള്ള എഫക്റ്റ് ആണ് കണ്ടോ. നമ്മുടെ നാച്ചുറൽ ഹെയർ കളർ വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടെ കറക്കത്തേ ഉള്ളൂ. 5 ഡേയ്സിനകം നല്ല കളർ വരുമെന്നാണ് അതിന്റെ പാക്കിൽ എഴുതിയിരിക്കുന്നത്. അത് സത്യവുമാണ്. കാരണം ഞങ്ങൾ നേരത്തെയും ട്രൈ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളൊരു 100% റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മുടെ ഹെന്ന ഇൻഡിഗോ പാക്ക്. ഞാനിപ്പോൾ രാക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞൊരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് ഒരു സസ്പെൻസ് സാധനം വന്നിരിപ്പുണ്ട്. രാക്കയുള്ള ദിവസം നമുക്കത് അൺബോക്സ് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതാണിത്. എന്താന്ന് കാണിച്ചു തരാം കേട്ടോ. നാലെണ്ണം ഉണ്ടല്ലേ? ഒരെണ്ണേ ഉണ്ടെന്നായിരുന്നല്ലോ അവിടുത്തെ കിടന്നേ ഓർഡർ ചെയ്യാൻ നേരം.
ഒരു സസ്പെൻസ് അങ്കു. അങ്കുതേ കണ്ടോ, അതിനകത്ത് പൊതിഞ്ഞു വന്ന ഒരു സാധനം ഇങ്ങനെ ഞൊട്ട അടിക്കുന്ന പോലെ. എന്താ നിങ്ങൾ പറയാന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ ഞൊട്ട അടിക്കാന്ന് പറയാം. അത് ടിക് 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 ശബ്ദം കേട്ടിച്ചോണ്ടിരിക്കുക. തിരിച്ചാണ് തിരിച്ചാണ്. Guys, hear this ASMR. Not even better. Sure. Even better. ഒരുമിച്ച് പൊട്ടിച്ചെല്ലാം. കുരുത്തക്കേടിന് കയ്യും കാലിലും വെച്ചിട്ട് അങ്കിത്തെന്ന് പേരും. ബേണർ ഇല്ലേ രാക്കെ? അതിനകത്ത് ആ സാധനം ഇടണം അല്ലേ? ബേണർ ഇല്ലേ? ഇങ്ങനെ ഒരു നടുക്കൊരു സാധനം നമ്മൾക്ക് അത്രേ ഉള്ളൂ. അതിന്റെ പുറത്ത് അടപ്പില്ലേന്നാണ് ചോദിക്കുന്നത്. ഇല്ലേ? ഉറപ്പാണോ? നോക്കി അതിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോന്നെങ്കിൽ നോക്കി. അടപ്പില്ല കേട്ടോ. കാരണം ഞാൻ ഇതിന്റെ ഫോട്ടോയിൽ നോക്കിയപ്പം ഇങ്ങനെ തുറന്നിരിക്കുക. ഞാൻ വിചാരിച്ച നമ്മള് ഗ്യാസിൽ വെക്കുന്നവർക്ക് അടപ്പുണ്ടോ? ഇല്ല. ബ്യൂട്ടൈൻ അല്ലേ? ബ്യൂട്ടൈൻ സിലിണ്ടേഴ്സ് ഇല്ലേ? ഇതെങ്ങനെ നമ്മൾ ലൈറ്റർ വെച്ച് കത്തിക്കണോ അല്ലെ തീപ്പെട്ടി വെച്ച് കത്തിക്കണോ? ജസ്റ്റ് നമ്മൾ നോബ് തിരിച്ചാൽ കത്തുവോ? ശരി. നോട്ട് എന്ത് വന്നിട്ട് എഴുതിയേക്കുന്നത് ഫ്രണ്ടിൽ ഐസോബ്യൂട്ടൈൻ. തുറന്നാൽ കുഴപ്പമൊന്നുമില്ലേ? ഒന്നും വരത്തില്ലേ? ഇപ്പോഴേ ഇട്ട് വെക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമല്ലോ. യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വഴിയിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്യാസ് സ്റ്റൗ ആണ്. മണം വരുന്നുണ്ടോ? അങ്കിത്തിന് വെക്കേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് കുക്ക് ചെയ്തൊരു ട്രിപ്പിന് പോകണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ സംഭവം. സക്സസ്. ഇത്രയുള്ള സംഭവം. എന്റെ ഫോണ് പൊട്ടിത്തെറിക്കും അടുത്തോട്ട് വെച്ചാ തീ. സംഭവം കിട്ടില്ല. ഓഫ് ചെയ്തോ? എത്ര മണിക്കൂറത്തേക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഗ്യാസ് പോലെ ഏത് വെക്കാല്ല, നമുക്ക് എല്ലാം വെച്ചൂടെ? ഗ്യാസ് വെക്കുന്ന പോലെ. എണ്ണ എടുത്തു തരാം. ബാ. എണ്ണ ഉരുക്കാനായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്കിത്ത് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് ട്യൂഷന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ഇവിടെ നല്ല വെയിൽ കാണും. ഇപ്പം അത് പടിഞ്ഞാറോട്ട് പോയി. തല തേച്ച് തരാം. ബാ കുളിക്ക്. ബാ, ട്യൂഷന് പോണ്ടേ? ഇങ്ങനെ നമ്മുടെ നെയ്ബർഹുഡിൽ ഇപ്പോഴും മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത്രയും ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴാണ് ആൾ വരുന്നതെന്നും അറിയത്തില്ല. എന്തായാലും ഒഴിഞ്ഞു കിടക്കുക. അങ്ങനെ അങ്കിത്ത് ട്യൂഷന് പോയി. രാക്കി ഇപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറകെ ഇരിക്കുകയാണ്. അതെല്ലാം കൂടെ അടുക്കി പറക്കി വെക്കുകയാണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്രിപ്പിന് മുമ്പ് കുക്ക് ചെയ്തൊക്കെ പോകാന്നുള്ള ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ്. അതാണ്, അല്ലാതെ അത്ര വലിയ സസ്പെൻസ് ഒന്നും അല്ല കേട്ടോ. വൈകുന്നേരം രാക്കി കോഫി ഹൗസിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാനൊരു ലിസ്റ്റ് വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശർമാജിയുടെ കടയുണ്ടല്ലോ ടൗൺഷിപ്പിലെ, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അതൊരാക്കെ പറഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. സംഭവം എന്താ, ഇവിടെ ചാക്കിൽ അവരെ കൊണ്ടുവന്നിട്ട് പോയി. നല്ല വെയിറ്റ് ഉണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ ഉടനെ അവരിങ്ങനെ കൊണ്ടുവരും. കുറച്ച് പച്ചക്കറികളും ഉണ്ടായിരുന്നു. തക്കാളിയൊക്കെ തീർന്നിരുന്നയാ.
എക്സ്ട്രാ രാക്കെ കുറച്ച് കേക്ക് വാങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ട് കേക്ക് കേട്ടോ. കൂടാതെ വാൾനട്ട് കേക്കും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ അങ്കിത്തിന് സ്കൂളിൽ പോകുമ്പോൾ ഇതൊരു പീസും പാലും കുടിച്ചുകൊണ്ട് പോയാൽ ഒരു സമാധാനമാണ്. അപ്പം അത് കരുതിയാണ് ഇതൊക്കെ വാങ്ങുന്നത്. അത് രണ്ടും എന്തായാലും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കഴിക്കാമല്ലോ. ബിരിയാണിയും അഫ്ഗാനി ചിക്കനും രണ്ടും റബ്ബർ ബാൻഡ് ഇട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും ഞങ്ങൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ആരോ കെട്ടിയതാണ്. അവസാനം കത്രിക എടുത്ത് വെട്ടുകയാണ്. നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കി വെച്ചേക്കുക. ഒരു രക്ഷയില്ലെന്തോ. കയ്യും പോയോ? കൈ പോയോ? മുറിഞ്ഞോ? ഞാൻ വെട്ടങ്ങിയതാ. ഇത് ചില്ലി ഗോപിയാ, ഇത് അഫ്ഗാനി ചിക്കൻ. മുകളിലൊരു ബുൾസായ ഉണ്ട്. ഇനി അടുത്തതും കീറി മുറിച്ചോ, ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും. കൈ പോവാതെ പതുക്കെ അങ്ങ് വെട്ടി. കൈ പോവാതെ അങ്ങ് വെട്ടേ, സാരമില്ല. മുറിയിലടി അത് ഇതാണ് അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് കീറില്ല അങ്ങനെ. കേട്ടാ എഗ് ബിരിയാണി അല്ലേ, സാലനയോ എന്തോ അതിന് പറയും, സാലനയല്ല സാലഡായിട്ടാണ് അല്ലേ. ചില്ലി ഗോബി അതെന്തുവായിരുന്നു? അതെന്തുവാ? ബീഫ് മസാല. ആ ശരി. വാവ്, ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. റൊട്ടിയോ? വലിയ റൊട്ടിയാക്കി. പണ്ട് ഇത്രയും വലുതല്ലായിരുന്നു. ബട്ടർ റൊട്ടിയല്ലേ? തന്തൂരി തവാ അല്ല, തവാ റൊട്ടി. എഗ് ബിരിയാണി, തവാ റൊട്ടി, അഫ്ഗാനി ചിക്കൻ, ചില്ലി ഗോബി. ചില്ലി ഗോപിയാണ് പൊളി. ബട്ടർ മസാല,